അപ്പോൾ ഇറങ്ങാം ഷമീറേ, നമുക്ക്. എല്ലാവരും ടെൻഷനാണ്. അതെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം കേട്ടോ. നാളെ കുറച്ച് സമയം ഇവിടെ ഇരിക്കാം. നാളെ 8:30-ക്ക് വരാം. ഓക്കെ, ഞാൻ ഇന്ന് കയറിയപ്പോൾ തന്നെ 9 മണിയായി. 5 പേരുണ്ട്. എല്ലാവരുടെ കൂടി പറഞ്ഞു, ആരൊക്കെയാണെന്ന് അറിയില്ല. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. 5 പേർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ഷമീർ, ശില്പ, കാർത്തിക്, രജിത, പിന്നെ ഇവിടെ ആരുണ്ട്? ഇത്ര പേരേ ഉള്ളൂ. ഓക്കെ, ഇതുവരെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ, അപ്പോൾ ഇനി ഇഷ്ടപ്പെടുമെന്നറിയാമെന്ന്. അതാണ് കാർത്തികേ, എനിക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ കാണിച്ചാൽ ഇഷ്ടമാണെന്നല്ലേ പറയുള്ളൂ കേട്ടോ. നാളെയും വേറെയൊക്കെ പണിത് വെക്കണം. ഒരുപാട് ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പോസ്റ്റ് ചെയ്യണം കേട്ടോ കാർത്തികേ, കേട്ടോ. ചാനലിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ശരി, എന്നാൽ ഞാനും ഇറങ്ങുന്നു. ഗുഡ് നൈറ്റ് കാർത്തികേ. ഇറങ്ങിയാണേ കാർത്തികേ. ആരും കിഴിച്ചുകൊണ്ട് പോകാതിരുന്ന അവിടെ ഇരുന്നോളും. കിഴിക്കുഴിയിലോട്ട് പോകാതിരുന്ന അവിടെ ഇരുന്നോളും. ഒന്നും ചെയ്യില്ല വണ്ടിയിൽ നിന്ന്. സുലാത്ത് മീഡിയ, ഹായ്. പോകുന്നു. ഞാൻ ഇറങ്ങാതിരിക്കുകയായിരുന്നു കേട്ടോ, അപ്പോഴാണ് വന്നത്. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇറങ്ങാൻ പോവുമായിരുന്നു. സബീർ, പറയൂ സബീറെ, ഫുഡൊക്കെ കഴിച്ചോ? നമ്മുടെ അജീമയുടെ സബീറായിരുന്നോ? ആ സബീറാണോ ഇത്? എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായ കേട്ടാ. പക്ഷെ അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഓർമ്മ പെട്ടെന്ന് സബീർ അതാണോ എന്ന് ചോദിച്ചത്. ഫുഡ് കഴിച്ചോ സബീറെ? അജീമ അവിടെ മ്യൂട്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലോ, കഴിച്ചോ? ഞാൻ ഇടയ്ക്കൊക്കെ വാച്ചിങ്ങിലുണ്ടായിരുന്നു. ലൈവ് ഓഫ് ചെയ്തോ അവള്? അജീമ ലൈവിൽ പൊളിക്കുന്നു. പൊളിക്കട്ടെ കേട്ടോ. പേടിയൊക്കെ മാറിയില്ലേ ഇപ്പോൾ? അങ്ങനെ തന്നെ ഇരിക്കണം. ട്രെയിനിൻ്റെ കീഴിൽ ചെന്നാലല്ലേ കൊല്ലുള്ളൂ, അല്ലേ കൊല്ലുപോകുന്നു. അങ്ങോട്ട് ചെന്നാലല്ലേ കൊല്ലു, അല്ല ചുമ്മാ നമ്മളെ വീട്ടിലോട്ടൊന്നും ഇടിക്കില്ലല്ലോ കേട്ടോ കാർത്തികേ. ബസ് ഒന്നും പോലെ അല്ലല്ലോ, നമ്മൾ അങ്ങോട്ട് ചെന്നാലല്ലേ ഇടിക്കുള്ളൂ. അപ്പം 4. താങ്ക് യു സബീറെ. കഴിച്ചായിരുന്നോ സബീർ? സബീർ കഴിച്ചു. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? നീയും കൂടി പോയി ഇരിക്കാത്തത് അവളെ കൂടെ ഒരു ധൈര്യത്തിന്. അപ്പോൾ അവളെ പേടിയൊക്കെ മാറുമായിരുന്നല്ലോ. ആർക്കേ ഹായ്. ഇത് അതായിരുന്നാലും എന്താണ്, ഉള്ളത് കൊണ്ട് ഓണം പോലെ കേട്ടാ. എന്നും ഇപ്പം എല്ലാം ഒന്നും കാണൂലല്ലോ, ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയാണ് ചെയ്യുന്നത്. വേണ്ട എന്ന് അതെന്ത് പറ്റി? അപ്പോൾ ഒരു ധൈര്യത്തിന് നീ ചെന്നിരിക്കണം. അപ്പോൾ പിന്നെ ബാഡ് കമൻ്റ് ഒന്നും അങ്ങനെ വരില്ല കേട്ടോ സബീറെ. ഞാനിവിടെ ലൈവൊക്കെ ഇടുമ്പോൾ നീ കാണുന്നതല്ലേ. അപ്പോൾ ഒരാൾ ചെന്ന് അടുത്തിരിക്കുമ്പോൾ എന്തായാലും നീ റീൽസിലൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, നായകൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ലൈവിൽ ഇരുന്നുകൂടാ? ഇവിടെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ലൈവിനകത്ത് ഞാൻ മാത്രമേ, റീൽസിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ലൈവിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ലൈവിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ചെന്നൊക്കെ ഇരിക്കണം, ഇടയ്ക്കൊക്കെ തല കാണിക്കണം. അജീമ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? കണ്ടു. ഹായ് ഫൈസൽ. അതുപോലെ ആക്കുമെന്ന്. അതുപോലെ ആക്കാനൊക്കെ എൻ്റെ അങ്ങനത്തെ ഫങ്ഷനൊന്നും ഇല്ലടാ സബീറെ. എൻ്റെ ഫോണിൻ്റെ കുഴപ്പം. എനിക്ക് സൈലൻ്റ് ലൈവ് ഇടുമ്പോഴും അങ്ങനെ ഡീപ്പ് വെക്കാനൊന്നും പറ്റില്ല. സ്ക്രീൻ കാസ്റ്റ് ആണെങ്കിലേ വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനത്തെ ലൈവ് വെക്കാൻ പാടാണ്. ഞാൻ നോക്കിയതായിരുന്നു. ഈ സൈഡിൽ അങ്ങനത്തെ സംഭവം ഓപ്ഷനൊന്നും ഇല്ല. ഇതിനകത്ത് മൈക്കും പിന്നെ ടച്ചിൻ്റെതും ക്യാമറയും മാത്രമേ ഉള്ളൂ. ഗ്രീൻ എൻ്റെ ഇല്ല. എൻ്റെ കയ്യിൽ ഷോർട്സ് എടുക്കുമ്പോൾ മാത്രമേ ഗ്രീൻ വരുള്ളൂ. ഇങ്ങനെ ലൈവ് ഇടുമ്പോൾ വരില്ല. അതെനിക്ക് മനസ്സിലായ ഗ്രീനാണ്, പക്ഷെ എനിക്ക് ഷോർട്സ് ഇടുമ്പോൾ വരില്ലടാ. അല്ല, ഷോർട്സ് ഇടുമ്പോഴേ വരുള്ളൂ, ലൈവ് ഇടുമ്പോൾ അത് വരില്ല.